ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ സന്തോഷത്തിലാണ്, അതേപോലെ തന്നെ പ്രയാസത്തിലുമാണ്. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾ കൊച്ചി VFSലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് VFS ഓഫീസിലാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു വെച്ചാൽ അത് മുംബൈ കോൺസുലേറ്റിൽ പോയി തിരികെ കൊച്ചി VFSൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത VFS ഓഫീസിൽ വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് പ്രയാസം എന്നുള്ളത് ഇനി അത് എങ്ങനെയാണ് കൊച്ചി VFSൽ പോയി നിങ്ങൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ ആകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിന് പല പരിമിതികളുണ്ട്. അപ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയുമോ, അപ്പോൾ അതിനെന്തൊക്കെ ഫോർമാലിറ്റികളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷൻ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ പറ്റിയുള്ള വീഡിയോസുകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഓതറൈസേഷൻ ലെറ്റർ നൽകാം. ഒന്നുകിൽ സ്ഥാപനത്തിനോ ട്രാവൽസിനോ വ്യക്തികൾക്കോ ആർക്കും നിങ്ങൾ ഓതറൈസേഷൻ കൊടുക്കാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളെ ഈ ഒരു കാര്യം മേടിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കുന്ന ആള് വിശ്വസ്തതയുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഞാനും കൊടുക്കുകയാണ് എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഈ ഒരു പാസ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ, ലൈസൻസ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ മിസ്യൂസ് അല്ലെങ്കിൽ മിസ്സിംഗ് ആയാൽ നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഏറ്റവും വിശ്വസ്തമുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾ ഓതറൈസേഷൻ കൊടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ആർക്കാണോ ഓതറൈസേഷൻ ലെറ്റർ നൽകുന്നത് അവർക്ക് ഇതേപോലെ ഓതറൈസേഷൻ ലെറ്ററിന്റെ ഈ ഒരു കോപ്പിയും, അതേപോലെ തന്നെ ഈ ഒരു ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോയുടെ വഴിയേ വരും. അപ്പോൾ ഈ ഒരു ഫോമും പിന്നെ നിങ്ങളുടെ ആധാർ കോപ്പി, അതായത് ആധാർ കോപ്പിയിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ലൈസൻസിലും ഉണ്ട്. ഒരുപാട് സഹോദരന്മാർക്ക് ലൈസൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ലൈസൻസിന്റെ ആ ഒരു ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ ഉള്ള ഭാഗം നിങ്ങൾ കോപ്പി എടുക്കുക, ഈ ഒരു ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ആദ്യം വേണ്ടത് ഓതറൈസേഷൻ ലെറ്റർ ആണ്. ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഇല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് VFS ഓഫീസിൽ നിന്നും മറ്റൊരാൾക്കും കൊടുക്കുന്നതല്ല. അതേപോലെ തന്നെ ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ പോരാ. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു വൈഫും 2 കുട്ടികളും ഉണ്ടെങ്കിൽ 3 ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ പ്രിൻ്റ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കൻറ്റിൻ്റെ ID പ്രൂഫ്, നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറുമുള്ള ഒന്നെങ്കിൽ ലൈസൻസ് ആവാം അല്ലെങ്കിൽ ആധാർ കോപ്പി ആവാം, അത് കോപ്പി ചെയ്യുക. അത് ആ ഒരു ഓതറൈസേഷൻ ലെറ്ററിൻ്റെ കൂടെ വെക്കുക. അതുപോലെ തന്നെ മക്കളുടെയും ഇതേപോലെ നിങ്ങൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ആരെയാണോ ഈ ഒരു ഓതറൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻ്റായിട്ട് അയക്കുന്നത് വെച്ചാൽ അവരുടെയും ഫോട്ടോയും സിഗ്നേച്ചറുമുള്ള ആധാർ കോപ്പിയോ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ കോപ്പിയോ 3 കോപ്പി എടുക്കുക, 3 ഫയലിൻ്റെ കൂടെയും വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് VFS ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻവോയ്സോ അല്ലെങ്കിൽ ഒരു റെസീറ്റോ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയും കോപ്പി നിങ്ങൾ ഈ ഒരു 3 ഫയലിലും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രാക്ക് ചെയ്താൽ മനസ്സിലാക്കും നിങ്ങളുടെ പാസ്പോർട്ട് ഇപ്പോൾ VFS ഓഫീസിലുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, ആ ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് അവർക്ക് കൊടുക്കുക. കാരണം ഈ ഒരു പാസ്പോർട്ട് ഇപ്പോൾ VFS ഓഫീസിലുണ്ട് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ കൂടി പറയാണ്, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോമുകൾ വേണം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുക എന്നതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഓതറൈസേഷൻ ലെറ്റർ. ഇത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്. ഒരു പക്ഷേ ആ ലിങ്ക് അവിടെ വർക്കായിട്ടില്ല എങ്കിൽ നമ്മുടെ മുസാഫർ വെബ് ടെലിഗ്രാം ചാനലിൽ ഈ ഫയൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ആപ്ലിക്കൻ്റ് നെയിമാണ്, അതായത് നമ്മുടെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത്. ഇതിൽ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഫോം പോലെ നിർബന്ധമായിട്ടും പ്രിൻ്റ് ഔട്ട് കോപ്പി വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് പേന കൊണ്ട് എഴുതാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ പേര് നമ്മുടെ പാസ്പോർട്ടിലുള്ള പേരാണ് അവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഇൻജാസ് നമ്പർ എന്നൊരു നമ്പർ ഇവിടെ കാണാം. നമ്മളുടെ ഡോക്യുമെൻ്റൊക്കെ VFS ഓഫീസിൽ കൊടുത്തതിന് ശേഷം നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടാവും. ഈ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ആരെയാണോ ഈ ഒരു കാര്യം നമ്മുടെ ഡോക്യുമെൻ്റ് വാങ്ങാൻ ചുമതലപ്പെടുത്തി വെച്ചാൽ അവരുടെ പേര്, അവരുടെ ആധാറിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള പേരാണ് പിന്നീട് എഴുതേണ്ടത്. അതിനുശേഷം വീണ്ടും താഴെ കാണുന്ന ഈ ഒരു ബ്ലാങ്കിൽ വീണ്ടും അവരുടെ പേര് തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. ഒറിജിനൽ ഇൻവോയ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ് വേണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള സിഗ്നേച്ചർ അല്ലെങ്കിൽ നിങ്ങൾ ഓതറൈസേഷൻ ചെയ്യുന്ന ആളുടെ ഒറിജിനൽ ആയിട്ടുള്ള ആധാറിലോ അല്ലെങ്കിൽ ലൈസൻസിലോ ഉള്ള ഒറിജിനൽ ആയിട്ടുള്ള സൈൻ വേണം ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൽ. അപ്പോൾ 2 കൂട്ടരുടെയും ഒറിജിനൽ ആയിട്ടുള്ള സിഗ്നേച്ചറാണ് ഇതിൽ വേണ്ടത്. പിന്നെ 3-ാമത്തെ പോയിന്റ് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് കോപ്പി ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പ്രൂഫും കൂടിയും ഇതിൻ്റെ കൂടെ വെക്കുക. അതുപോലെ തന്നെ എന്താണോ നമ്മൾ വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആധാർ കാർഡ് നമ്പറാണ് ആധാർ കാർഡ് നമ്പർ, അല്ലെങ്കിൽ ലൈസൻസ് ആണ് ലൈസൻസിൻ്റെ നമ്പർ, അതുകൂടി നിങ്ങളിവിടെ എഴുതണം. അതിനുശേഷം ഏറ്റവും താഴെയായി നമ്മുടെ ആപ്ലിക്കൻ്റ് നെയിം അതുപോലെ തന്നെ ആപ്ലിക്കൻ്റ് സിഗ്നേച്ചർ എന്നെല്ലാം കാണാം. അവിടെ നമ്മുടെ പേരും അതായത് നമ്മുടെ പാസ്പോർട്ടിലുള്ള അല്ലെങ്കിൽ ലൈസൻസിലുള്ള കറക്റ്റ് പേര് അവിടെ എഴുതുക. അതുപോലെ തന്നെ ലൈസൻസിലോ പാസ്പോർട്ടിലോ ഉള്ള കറക്റ്റ് സിഗ്നേച്ചർ അവിടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താണോ നിങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് വെച്ചാൽ അതിലുള്ള സിഗ്നേച്ചറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പേര് കൃത്യമായിട്ട് കൊടുക്കുക. നമ്മൾ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സിഗ്നേച്ചറും അവിടെ കൊടുക്കുക, ഡേറ്റ് കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൽ ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ആൾക്കാരുണ്ടെങ്കിൽ 3 ഇതേപോലെ തന്നെ ഫോമുകൾ നിങ്ങൾ എഴുതണം. അങ്ങനെ 3 ഫയലാക്കി സെറ്റാക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോം കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ഡോക്യുമെൻ്റൊക്കെ ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകൾക്ക് കമൻസ് ആയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. കുറേ ആളുകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ Z ഉള്ളത് S ആയിട്ടുണ്ട്, S ഉള്ളത് Z ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എല്ലാവർക്കും ക്ലിയർ ആയി വരണം എന്നൊന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ VFS ഓഫീസിൽ നിന്നും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിനായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആളുകൾ ആ ഓൺ ടൈമിൽ നിങ്ങൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആളുകൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത ആളുകളുണ്ട്. അവരൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. പല ടൈമിലായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ 1-2 വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അതേപോലെ തന്നെ റീഷെഡ്യൂൾ ഓപ്ഷൻസുകൾ നിങ്ങൾ ഓക്കെ ആക്കിയിടുക. അതാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൊച്ചിയിലേക്കാണെങ്കിൽ കൊച്ചി VFS എന്ന് ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു.